തെയ്യങ്ങളെ നമ്മൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കണം. അത് നിർബന്ധമാണ്. കാരണം വേറെ ഒന്നുമല്ല, 2 ദിവസം മുമ്പ് ഞാൻ ഈ കാണിക്കുന്ന ചിത്രമില്ലേ, ഈ ചിത്രം 2 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്നൊരു സംഭവമാണ്. അതായത് ഒരു തെയ്യം പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നു, അപ്പോഴും ഇവൻ എന്തോ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവനെ അടിക്കാൻ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ എന്തോ പറഞ്ഞപ്പോൾ അയാൾ ഒരു തിരിഞ്ഞിട്ടൊരു അടി അടിച്ചതാണ്. ആ ചങ്ങായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ജഗതിയെല്ലാം വീഴുന്നില്ലേ, അതേപോലെ അങ്ങ് പോവുകയും ചെയ്തു. അതായത് അപ്പോൾ അതിനെതിരെ, തെയ്യത്തിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ വേഷം കെട്ട് അയച്ചു വെക്കട്ടെ, അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവനെ പൊതിയണം. അതുപോലെ തന്നെ എന്നാൽ ഇമ്മാതിരി തോന്നിയവാസം കാണിക്കാൻ പാടില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തോന്ന് ആചാരയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഞാൻ പറയുകയാണ്, അവർ വ്രതം നോറ്റ് അതിൻ്റെതായ രീതിയിൽ തെയ്യം കെട്ടുന്ന ആൾക്കാരുണ്ട്, അല്ലാതെയും കെട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നല്ല രീതിയിൽ വ്രതം നോറ്റ് കെട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിട്ടൊന്നല്ല വരുന്നത്, പക്ഷെ അവരെ പരിഹസിക്കാതിരിക്കാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരടുത്ത് വരുമ്പോഴേ ബഹുമാനവും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, പക്ഷേങ്കിൽ അങ്ങോട്ട് ഒരണ്ട പറയാതിരിക്കാം. ഈ ദൈവത്തിനോടായാലും ഈ തെയ്യത്തോടായാലും അങ്ങോട്ട് ഒരണ്ട പറയാണ്ടിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ തീയിൽ ചാടുന്ന തെയ്യമുണ്ട്, തീയിൽ കിടക്കുന്ന തെയ്യമുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആചാരങ്ങളാണ്. ആ ആചാരങ്ങൾ അതുപോലെ തന്നെ പോയിക്കോട്ടെ. എന്തിനാണ് അവരുമായിട്ടൊരു കൊമ്പ് കോർക്കാൻ നിൽക്കുന്നത്? ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്താ സംഭവിച്ചത്? ആ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ നല്ല അടിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ തെയ്യം കെട്ടുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കായിക ക്ഷമതയിൽ ഉണ്ടാകും. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളരി പോലെയുള്ള അഭ്യാസ മുറകളൊക്കെ അനുഷ്ഠിച്ചവരായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തിരിഞ്ഞടിക്കാൻ കഴിഞ്ഞത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലെല്ലാവരും പകച്ചു പോവുകയാണ് ചെയ്തത്. പല ആൾക്കാരും ഞാൻ പറഞ്ഞല്ലോ, ആ തെയ്യം കെട്ടിയ ആളെ തല്ലാൻ വേണ്ടിയിട്ടാണോ ഇനിയല്ല അവരെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇനി അയാൾക്ക് അടി കിട്ടീനോ എന്ന് തന്നെ പറയാൻ പറ്റൂല. നമുക്കറിയാലോ, ഈ വേഷം കെട്ടിക്കഴിഞ്ഞാൽ അയാൾ ഒരു വേഷം കെട്ടൽ അഴിച്ചാൽ പിന്നെ സാധാരണ ഒരു മനുഷ്യനാണ്. ഇനി അങ്ങനെ പോയിട്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ തെയ്യം കെട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ പ്രതികരിക്കാതെ പരമാവധി നമ്മൾ ഒഴിഞ്ഞു പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മൾ സാങ്കല്പികമായിട്ട് പണ്ടൊക്കെ പറയാറുണ്ട്, ഈ പിന്നെന്താ കുരുതി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സങ്കല്പമാണെന്ന് വരുത്തിയിട്ട് നമ്മളിപ്പോൾ മനുഷ്യനെ ഓടിച്ചിട്ട് നമുക്ക് വെട്ടാൻ പറ്റൂലല്ലോ, ഒരിക്കലും കഴിയില്ല. കാരണം എന്താ വെച്ചാൽ വകുപ്പ് മാറുക നേരം അവിടെ ദൈവത്തിന് തന്നെ പിടിച്ചിട്ട് ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലിട്ട് കളിയും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കെട്ടുന്നവരും ഒന്ന് ആലോചിക്കുക. ഒരു മനുഷ്യനെ തല്ലാനോ അല്ലെങ്കിൽ ഇപ്പോൾ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അയാൾ ആ ഒരു അടിയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇയാൾ ജീവപര്യന്തത്തിന് കിടക്കേണ്ടി വരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇയാൾ അടിക്കുന്ന കാര്യങ്ങളുണ്ട്. അവിടെ ഞാൻ തെയ്യായിരുന്നു അല്ല ദൈവമായിരുന്നു എന്നൊന്നും പറഞ്ഞാലൊന്നും കാര്യം നടക്കൂല. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ കേസ് വരും. അതുകൊണ്ട് ഈ തെയ്യം കെട്ടുന്നവന്മാർ ഒരു കാര്യം ചെയ്യുക, എന്താ വെച്ച് കഴിഞ്ഞാൽ തെയ്യം കെട്ടുന്ന ആൾക്കാർ കുറച്ചുകൂടി ഇതായിട്ട്, എന്താ വെച്ചാൽ ആൾക്കാർക്കൊന്നും വിഷമവും ഇല്ലാതെ അല്ലെങ്കിൽ പ്രശ്നമില്ലാതെ ഇനി അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാതിരിക്കുക. അതാണ് വേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇതുപോലെ വൈകാരികമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ മറ്റൊരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിലും ഒരണ്ടകൾ ഉണ്ടാകും. ഈ 2 അടിച്ചിട്ടൊക്കെ വന്നിട്ട് എന്നാൽ പിന്നെ എന്താ ചെയ്യാൻ നോക്കണമല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ തെയ്യത്തിനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്നാൽ പിന്നെ എന്താ പറയാൻ നോക്കാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഈ പല തെയ്യങ്ങളെന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ളതാണ്. ഇതിനിടയ്ക്ക് ഞാനൊരു തെയ്യം കാണാൻ പോയപ്പോഴേ ആ തെയ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തമാശ പറയുന്നതാണ്. പക്ഷേ എങ്ങനെയാണ് പറയുന്നത്, ആ പെണ്ണുങ്ങളുടെ അടുത്ത് തന്നെയാണല്ലോ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തരത്തിലുള്ളൊരു സംസാരമാണ് സംസാരിക്കുന്നത്. അപ്പം അതൊരു ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു തെയ്യത്തിൻ്റെ ഒരു ശീലാണത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി തെയ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരണ്ട പറയാതിരിക്കുക. ഈ പണ്ടിലെ ആൾക്കാർ പറയുന്നില്ലേ, നമ്മൾ വിശ്വസിച്ചിട്ടില്ലെങ്കിലും വന്ദിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കരുതെന്ന് പറയുന്നില്ലേ, അതാണ് വേണ്ടത്. അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരുന്നോട്ടെ. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, അങ്ങോട്ട് പോകാതിരിക്കണം. അല്ലാതെ പോയി കഴിഞ്ഞിട്ട് അവരെ മുന്നിൽ പോയിട്ട് നമ്മൾ എന്തോ ഒരു സംഭവമാണ് എന്നുള്ള തരത്തിൽ. അപ്പോൾ ഇവനന്ന് 2 കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് നല്ലത് തന്നെയാണ്. കാരണം അതോനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓനെ മാത്രമേ തല്ലിയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? അത്രയും കാര്യമായ എന്തോ ഒരു സംഭവം അവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഓൻ്റെ മുന്നിലുള്ള ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല. അയാൾ പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. ഓൻ്റെ മുന്നിലുള്ള ആൾക്കാർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചെയ്തിട്ടില്ല. ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും തെയ്യാണെങ്കിലും അയാളൊരു മനുഷ്യനാണ്. അയാൾക്ക് കേൾക്കാൻ കഴിയാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. ആ പറഞ്ഞപ്പോൾ അയാൾ പ്രതികരിച്ചത് ഇങ്ങനെയായിരിക്കും. നമുക്കറിയാലോ, നമ്മളിനി എത്ര വലിയവനായി കഴിഞ്ഞാലും നമുക്ക് മലയാളികൾക്കൊരു സംഭവമുണ്ട്. അതായത് ചില വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ നിമിഷം തന്നെ പ്രതികരിക്കും. ആ പ്രതികരണം ചിലപ്പോഴും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ജയിലിലായിരിക്കും. അത് വേറെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ പോയിട്ട് പ്രതികരിച്ചതിന് ജയിലിൽ പോയ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പലരും പ്രതികരിക്കുന്നതിന് പോയിട്ട് തടസ്സം പിടിക്കാനെത്തിയതിന് ജയിലിൽ പിന്നെന്താ സ്വർഗത്തിലേക്ക് പോയ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മലയാളികൾക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, തെയ്യം കെട്ടുമ്പോഴോ ആയാലും വേറെ
എന്തെന്നായാലും നമ്മൾ പോയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് എന്താ പറയേണ്ടത്, അവിടെ പോയിട്ട് നമ്മൾ ഒരണ്ട കളിക്കാതിരിക്കുക. ആ ഒരു ആചാരവും അനുഷ്ഠാനവും ഒക്കെ അവിടെ നടന്നു പോയിക്കോട്ടെ. ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ചില തെയ്യങ്ങളെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകോപിപ്പിക്കണം. അതായത് ഇപ്പോൾ ഇതിനിടയ്ക്കൊരു ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു ഗുളികൻ തെയ്യത്തിന് കണ്ടു. ആ ഗുളികൻ തെയ്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഓടിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു എന്താ പറയേണ്ടത്, ഒരു ദേഷ്യപ്പെട്ട് ഓടിക്കലോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ ഒന്നുമല്ല. അത് ആ ഒരു ശീലമാണ്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പിന്നെ കൂവണം, അങ്ങനെ കൂവുമ്പോഴേ അവർ ഓടിക്കണം. അവർ ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം ഇതായിട്ട് ഒരാൾക്കും അപകടം പറ്റരുത്, അല്ലെങ്കിൽ എന്താ പറയുക തെയ്യാന്ന് വെച്ച് പേടിച്ച് ഓടരുത്, അങ്ങനെയൊക്കെ കരുതിയിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മാത്രമാണ് ഓടിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞ് ക്രൂരനായിട്ട് പോയിട്ട് ഞാൻ കുഞ്ഞുങ്ങളെല്ലാം ഓടിച്ചിട്ട് ഇങ്ങനെ ഭയപ്പെടുത്തി ഓടിക്കുന്ന അങ്ങനത്തെ പരിപാടിയില്ല. കുറേ നാൾ മുമ്പ് കൂത്തുപറമ്പങ്ങാറ്റായിട്ട് നടന്നൊരു സംഭവമാണ്. ഒരു തെയ്യം എല്ലാവരും ഓടിച്ചിട്ട് അടിക്കല്. അതവിടെയുള്ള ആചാരാന്ന് പറയുന്നുണ്ട്. അതുമാത്രവുമല്ല, അയാൾ വിരോധം വെച്ചിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ദേഷ്യമില്ലാതെ തെച്ചും തല്ലുക എന്ന് പറയുന്നുണ്ട്. തെയ്യല്ലേ, തിരിച്ചു തല്ലാൻ പറ്റൂലല്ലോ. അതായത് തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരെയും തല്ലാം എന്നുള്ളത് കൊണ്ട് ഇയാൾക്ക് ദേഷ്യമില്ല ആളെ കണ്ടത് മൊത്തം അടി കൊടുത്തു എന്നാണ് പറയുന്നത്. അവസാനം ഇത് അയച്ചു വെച്ചപ്പോഴും തെയ്യത്തിലോട്ട് കിട്ടിയെന്നും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ വേറൊരു കാര്യം ഉണ്ടട്ടെ, ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം രാഷ്ട്രീയമുണ്ട്. അതും പറയാറുണ്ട്. അതായത് രാഷ്ട്രീയത്തിലെ പകകൾ തീർക്കുന്ന തെയ്യം, പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് പെരുമാറുന്നവരൊക്കെയുണ്ട്. അപ്പം അങ്ങനെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലും തെയ്യത്തിനോട് പ്രതികരിക്കുന്നുണ്ട്. തെയ്യം അപ്പോഴും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു എന്ന് വരും. പിന്നെ തീയിൽ ചാടിക്കുന്ന തെയ്യമുണ്ട്. അതുപോലെ തന്നെ പന്തം പോരാ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പന്തത്തിലേക്ക് എണ്ണെടുത്ത് ഒഴിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നല്ല രീതിയിൽ കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അകത്തേക്ക് എണ്ണ പോരാ, ഇത് കത്തൽ പോരാ എന്ന് പറഞ്ഞിട്ട് എടുത്ത് ഒഴിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പൊള്ളിയ ഒരു എന്താ പറയേണ്ടത്, നമ്മുടെ തെയ്യം കലാകാരൻ തന്നെയുണ്ട്. ഈ കൂത്തുപറമ്പ് ഭാഗത്ത് ഞാൻ ഇന്നാൾ കണ്ടതാണ്. രാജീവൻ എന്നെങ്ങാനും അയാളുടെ പേര്. ഒരു വലിയ തെയ്യം കെട്ടിയപ്പോൾ ഏതോ ഒരുത്തം പോയിട്ട് പന്തത്തിൻ്റെ മുകളിലേക്ക് എണ്ണെടുത്ത് ഒഴിച്ചാണ്. അതങ്ങനെ അങ്ങ് പാളിയപ്പോൾ ഇയാൾ വീണുപോയി. അങ്ങനെ വീണുപോയപ്പോഴും മൊത്തം പൊള്ളിപ്പോയായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങും മിക്കറുന്ന തെയ്യം, ആൾക്കാരുടെ ഒച്ചയും കാര്യങ്ങളും അവരുടെ ആവേശവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇയാൾ പാഞ്ഞും കയറിയതാണ്. കയറിയപ്പോഴും എന്ന് പറഞ്ഞാൽ പിടിവിട്ട് താഴെ വീണു. കുറേ നാൾ കിടത്തത്തിലായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഇതുമുണ്ട്. തെയ്യങ്ങൾക്ക് തന്നെ സുരക്ഷയില്ലാതെ പെരുമാറുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് തെയ്യങ്ങളോടും ജനങ്ങളോടും എല്ലാം ഒരുപോലെയാണ്. നമ്മുടെ സുരക്ഷയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തെയ്യത്തെ പോയിട്ട് നമ്മൾ അധികം അങ്ങ് പ്രകോപിപ്പിക്കരുത്. പിന്നെന്ന് പറഞ്ഞാൽ തെയ്യം കെട്ടുന്നവരാണെങ്കിൽ എല്ലാവരെയും പോയിട്ട് അങ്ങ് തല്ലരുത്. ഒരു ആഘോഷം പോലെ, ഒരു ചടങ്ങ് പോലെ വേണമെങ്കിൽ നമുക്ക് ഓടിക്കുകയെല്ലാം ചെയ്യാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും പലതരത്തിലുള്ള ആൾക്കാരുണ്ടാകും. ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് കഴിഞ്ഞവനുണ്ടാകും. അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത്, പല രോഗികളുണ്ടാകും. അവരുടെ ഇടയിലൊക്കെ പോയിട്ട് എല്ലാവരെയും ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ദുരന്തം നടക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തെയ്യം ഓടിക്കുമ്പോഴും എല്ലാവരും വളരെയധികം സൂക്ഷിക്കുക. ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിയും വാണിജ്യം. ആ ചെങ്ങായി അന്ന് തല്ലുകിട്ടിയവൻ ആശുപത്രി വിട്ടു എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. എന്തോ ഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ടു പോയതാന്ന്. ഞാൻ പറഞ്ഞല്ലോ, മർമ്മസ്ഥാനത്ത് പോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൻ്റെ അടപ്പ് തല്ലേ. കാരണം കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കിട്ടിയിരിക്കുന്നത്. ആ സാധനം എന്ന് പറഞ്ഞാൽ മരത്തടിയാന്ന്. അപ്പോൾ അത് വെച്ചിട്ട് ഈടെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തോ ആയുസിൻ്റെ ബലം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ആയുസിൻ്റെ ബലം കൊണ്ട് ആ തെയ്യവും രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വിചാരണയും കാര്യങ്ങളിലായിട്ട് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇനിയിപ്പം ഞാൻ കോടതിയിൽ പോയിട്ട് ഞാൻ തെയ്യാന്നൊന്നും പറഞ്ഞാലും ഇതാവില്ലല്ലോ. അപ്പോൾ അവിടെ എന്തോ നല്ല വൈരാഗ്യം രണ്ടുപേരും തമ്മിലുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആചാരങ്ങൾ അങ്ങനെ നടക്കട്ടെ, അനുഷ്ഠാനങ്ങളും നടക്കട്ടെ. നമ്മളെല്ലാവരും വേണമെങ്കിൽ പോയി കാണുക, ഇല്ലെങ്കിൽ വീട്ടിൽ കുത്തിയിരിക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് അങ്ങ് വിട്ടേക്കണേ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.